ഹലോ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ്. വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് മീൻസ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫോംസ് ഓഫ് ലാംഗ്വേജ് ഓർ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ്. എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൻ്റെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള എക്സ്പ്രഷൻസ്. അത് സ്ഥലങ്ങൾ കൊണ്ടുള്ള വേരിയേഷൻ ആകാം, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റ. ഇതിനെയാണ് അടിസ്ഥാനപരമായിട്ട് വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു നീണ്ടൊരു ഡെഫിനിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ അംബ്രല്ല ടേം ഫോർ ഡയലക്ട്സ്, രജിസ്റ്റർ, പിഡ്ഗിൻസ്, ക്രിയോൾസ് എക്സെട്ര. അംബ്രല്ല ടേം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് വെറൈറ്റി എന്ന്. ആ ഓരോ ചെറിയ ചെറിയ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് ഈ ഓരോ വാക്കുകൾ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഇനി മലയാളത്തിൻ്റെ കേസിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടാവും. മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് മാത്രമായ കേരളത്തിലെ ഭാഷയാണ്. ആ ഒരു ചെറിയ സ്റ്റേറ്റിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ഓരോ നാട്ടിലും ജിയോഗ്രഫിക്കലി ആയിട്ടും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടും എല്ലാം ഈ ഭാഷ മാറുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എൻ്റെ മലയാളത്തിൽ സ്റ്റാൻഡേർഡ് യൂസേജിൻ്റെയും എന്നാൽ അതേസമയം റീജിയണൽ വേരിയേഷൻസിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഈ വെറൈറ്റിയെ എഫക്റ്റ് ചെയ്യുന്നത് പല കാര്യങ്ങളാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില വെറൈറ്റീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, ന്യൂസിലൻഡ്, ഇതൊന്നും പോരാതെ ഇന്ത്യൻ, പിന്നെ അങ്ങനെയും വേറെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഇംഗ്ലീഷിലുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജ് എടുത്താലും അതിനൊരു സ്റ്റാൻഡേർഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റി ഉണ്ടായിരിക്കും. പിന്നീടുള്ളതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജിയോഗ്രഫിക്കലി, സോഷ്യലി, പിന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടെല്ലാം ഉണ്ടാകുന്ന വെറൈറ്റീസാണ്. ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുമ്പോൾ മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഓക്കെ, പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിൽ മോർ ദാൻ വൺ വേർഷൻസ് ഇന്ന് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു ലിംഗ്വ ഫ്രാങ്ക ആണ്. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഭാഷ എന്ന തരത്തിൽ. അങ്ങനെ ഒരു ലിംഗ്വ ഫ്രാങ്ക ആയിട്ട് ഇംഗ്ലീഷ് മാറിയതിൻ്റെ മെയിൻ റീസൺ കോളനൈസേഷൻ ആണ്. ഇനി ആസ് പെർ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസീസ് വേൾഡ് ഫാക്ട് ബുക്ക്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മോർ ദാൻ 60 കൺട്രീസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കണക്കാണ്. ബേസിക്കലി ഇതൊന്നും മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഡ്യൂ ടു കോളനൈസേഷൻ ഒട്ടനവധി രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും പഠിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ഫ്രം എനി അതർ സെക്കൻഡ് ലാംഗ്വേജ് ദാറ്റ് വി ലേൺ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെന്റ് കേസ് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ മിക്ക വെറൈറ്റീസും ഇന്ന് അക്സെപ്റ്റഡ് ആകുന്നുണ്ട്. കാരണം ഈവൻ ദോ ഇംഗ്ലീഷ് ഒറിജിനേറ്റ് ചെയ്ത നാട് എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണെങ്കിലും മെയിൻലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞ് ഇന്ന് ബ്രിട്ടൻ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ US, കാനഡ, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ ഒരു റീസൺ പറയുന്നത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഇന്ന് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊരു ഭാഷയുടെയും പ്രധാനപ്പെട്ട 2 വെറൈറ്റി എന്ന് പറയുന്നത് റിട്ടൺ ഫോമും പിന്നെ സ്പോക്കൺ ഫോമുമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന സിയ, അത് US-ലുള്ള ഒരു സ്പോക്കൺ വേർഷനാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് രൂപം CU എന്നാണ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിൽ സ്പെല്ലിംഗ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് വൺ ഇസ് അമേരിക്കൻ ഇംഗ്ലീഷ്, ദ അതർ ഇസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. രണ്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് അറിയപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തതും അവിടെ പക്ഷേ ഡിഫറെൻ്റ് ആകുന്നത് യൂസേജ് ആണ്. അവസാനത്തത് 4ാമത്തതിലും അതേപോലെ യൂസേജ് ആണ് ഡിഫർ ചെയ്ത് നിൽക്കുന്നത്. ഡു ദ നീഡ്ഫുൾ ഇസ് എ കോമൺ ഇന്ത്യൻ യൂസേജ്. അത് ഇന്ന് ഒരു റോങ് യൂസേജ് ആയിട്ട് കണക്കാക്കുന്ന ഒന്നല്ല. എങ്കിലും അതിൻ്റെ സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നത് ടേക്ക് ദ നെസസറി ആക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ കേസാണ്. 1. 2, വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് ഗ്ലോബലി കൂടുതൽ ആക്സെപ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഇസ് ദ ഓൺലി കറക്റ്റ് ഫോം, എന്നാൽ ഇന്ന് ആ അപ്രോച്ച് മാറി വരുന്നുണ്ട്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ടു ബി കവേർഡ് ഇൻ വെറൈറ്റീസ് ഓഫ് എ ലാംഗ്വേജ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.